ആൻഡ് ഇത് ഞാൻ 4 രൂപയ്ക്ക് വാങ്ങിച്ചതാണ് ഗായ്സ്. ഹേ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഈസ് അബൌട്ട് ഹൗ ടു കണക്ട് യുവർ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വിത്ത് ഷീൻ ആപ്പ്. ആൻഡ് ഞാനത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം. അല്ലാണ്ട് ഞാൻ വേറൊരു ഫോൺ എടുത്ത് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു തേങ്ങയും മനസ്സിലാവാൻ പോകുന്നില്ല. ആൻഡ് ആ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ ആ ആപ്പ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് എടുത്ത് കാർട്ടിലിട്ടിട്ട് ഇത് ഓർഡർ പ്ലേസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 6 രൂപയ്ക്കും 4 രൂപയ്ക്കും കിട്ടത്തില്ല. നിങ്ങൾക്ക് ആ വോച്ചറിൽ എത്ര രൂപയാണ് കിട്ടുന്നത്, ആ വോച്ചറിൽ പിടിച്ച് നോക്കുമ്പോൾ നിങ്ങൾ വേറൊരു പ്ലാറ്റ്ഫോമിലോട്ട് പോകും. ഐ മീൻ ആ ആപ്പിൽ തന്നെ അവർ ആ വോച്ചറിന് വേണ്ടി ആഡ് ചെയ്തേക്കുന്ന കുറച്ച് ഡ്രസ്സസ് ഉണ്ട്. ആ ഡ്രസ്സസ് മാത്രമേ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിലിഷ്ടമുള്ള ഡ്രസ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അല്ലാണ്ട് ആ ആപ്പിൽ കയറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് നിങ്ങൾ സ്വൈപ്പ് ചെയ്തിട്ട് കാർട്ടിലിട്ടിട്ട് അത് 4 രൂപയ്ക്ക് 6 രൂപയ്ക്കൊന്നും മേടിക്കാൻ പറ്റത്തില്ല. ആൻഡ് ഭാഗ്യം ഉണ്ടെങ്കിൽ അത് കിട്ടത്തുള്ളൂ. ബിക്കോസ് സ്റ്റോക്ക് ഔട്ട് പെട്ടെന്നായി പോകും, സൈസും പെട്ടെന്ന് തീരും. അതുകൊണ്ട് ലക്ക് അനുസരിച്ച് മാത്രമേ കിട്ടത്തുള്ളൂ. ആൻഡ് ഇതാണ് ആ ആപ്പ്. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ബോത്ത് ആപ്പ് സ്റ്റോർ ആൻഡ് പ്ലേ സ്റ്റോർ. ആപ്പ് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകേണ്ടത് മീലെ ഷീൻ ബോയ്സിലാണ്. അതിൻ്റെ അകത്താണ് ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷമായിരിക്കും അവർ ഇൻസ്റ്റാഗ്രാം ലോഗിൻ കാണിക്കാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമുമായിട്ട് ലോഗിൻ ചെയ്യുക. നമ്മൾ ലോഗിൻ ആക്കുന്നത് ആദ്യമേ തന്നെ നമ്പർ അടിച്ചു കൊടുക്കുക. പിന്നെ അവർ ഇമെയിലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചോദിക്കും. ലോഗിൻ ഒക്കെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് വോച്ചർ വരും. ആ വോച്ചർ നമുക്ക് എത്ര രൂപയാണോ കാണിക്കുന്നത് ആ ഒരു പൈസയ്ക്ക് നമുക്ക് ഡ്രസ്സ് വാങ്ങിക്കാം. അല്ലാണ്ട് അതിൻ്റെ കൂടുതൽ വാങ്ങിക്കുകയാണെങ്കിൽ വാങ്ങിക്കാം, എക്സ്ട്രാ നമ്മൾ പൈസ കൊടുത്താൽ മതി. ആ വോച്ചറിൻ്റെ മണി അല്ലാണ്ട് എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് വാങ്ങിക്കാം. ആൻഡ് ഇറ്റ് ഈസ് ഓൺലി അവൈലബിൾ ഫോർ iOS ഗൈസ്. അത് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത്. ആൻഡ്രോയിഡിൽ ഇത് ഇതുവരെ വന്നിട്ടില്ല, വരുമായിരിക്കും. ആൻഡ് നിങ്ങൾ ഞാൻ പറയണ കേട്ടിട്ട് അത് പോയി ചെയ്തിട്ട് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഞാനും ബാക്കിയുള്ള യൂട്യൂബേഴ്സ് കാണിച്ചു വെച്ചേക്കുന്നത് കണ്ടിട്ട് ചെയ്തതേ ഉള്ളൂ. ആൻഡ് എൻ്റെ ഇൻസ്റ്റഗ്രാം പോയി കഴിഞ്ഞാൽ പോയി എന്ന് വിചാരിക്കാൻ എനിക്കും പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ റിക്കവർ ചെയ്തിട്ട് എടുത്തുകൊണ്ട് വരുമായിരിക്കും ഞാൻ. എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ല. അത്രയൊക്കെയുള്ള വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.